കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമായി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് വരെയുള്ള പാത 2026 മാർച്ചിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 11.2 കിലോമീറ്റർ നീളമുള്ള പാതയിൽ 11 സ്റ്റേഷനുകൾ ഉണ്ടാകും. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിന്റെ വികസനത്തിന് കുതിപ്പ് പകരുന്ന കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ഇപ്പോൾ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ടെസ്റ്റ് പൈലിംഗ് വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ 2026 മാർച്ചിന് മുമ്പ് ഈ ഒരു മെട്രോയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും അതിനാവശ്യമായുള്ള സജ്ജീകരണങ്ങളെല്ലാം KMRLന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രണ്ടാം ഘട്ടം നിർമ്മാണം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയാണ് രണ്ടാം ഘട്ട നിർമ്മാണം. അതിൻ്റെ കരാർ അടക്കമുള്ള എല്ലാ ജോലികളും ഇപ്പോൾ നൽകുന്ന അടക്കമുള്ള ജോലികൾ പൂർത്തിയാകുകയും അതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2026 മാർച്ചിനകം ഇത് പൂർത്തിയാക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ളവ പൂർണ്ണമായും പൂർത്തിയായിരുന്നു. അതോടൊപ്പം നമുക്കറിയാം ഇതിൻ്റെ മെട്രോ സ്റ്റേഷനുകൾ 11 മെട്രോ സ്റ്റേഷനുകളാണ് ഈ രണ്ടാം ഘട്ടത്തിലുള്ളത്. അതിൽ 5 മെട്രോ സ്റ്റേഷനുകളുടെ ജോലി അടക്കം നേരത്തെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതൊരു സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വളരെ വേഗം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 1956 കോടി രൂപയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം നടത്താൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഫണ്ട് 1957 കോടി രൂപ. അതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തിയാവുകയും ചെയ്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന കൊച്ചി മെട്രോയിൽ 339 കോടി രൂപ കേന്ദ്രത്തിൻ്റെ വിഹിതവും 556 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവുമായാണ് ഈ ഒരു കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിനായി എത്തിക്കുന്നത്. ശേഷിക്കുന്ന തുക സ്വാഭാവികമായും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി കണ്ടെത്താനുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതിൻ്റെ ടെസ്റ്റ് പൈലിംഗ് വർക്കുകൾ ഇന്ന് രാവിലെ ആരംഭിച്ചതാണ്. മറ്റ് നടപടികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം ഘട്ട റൂട്ടിൽ 11 സ്റ്റേഷനുകളാണ് രണ്ടാം ഘട്ട റൂട്ടിൽ വരുന്നത്. 11.2 കിലോമീറ്റർ നീളമാണ് ഈ രണ്ടാം ഘട്ട സ്റ്റേഷനുകളിൽ ഉള്ളത്. അതോടൊപ്പം ഏതായാലും കൊച്ചി നഗരത്തിൻ്റെ നമുക്കറിയാം യാത്രാ പ്രയാസങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് കൊച്ചി മെട്രോയുടെ വന്നതോടുകൂടി എന്ന് നമുക്കറിയാം. എന്തായാലും രണ്ടാം ഘട്ട നിർമ്മാണങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ വലിയ രീതിയിലുള്ള യാത്രാ ക്ലേശത്തിന് കുറവ് വരികയും നഗരത്തിൻ്റെ വികസനത്തിനും നഗരത്തിൻ്റെ മുഖച്ഛായ മാറുന്നതിനും വലിയ രീതിയിൽ ഇത് ഉപകരിക്കുമെന്നാണ് നമുക്ക് ഏതായാലും വിചാരിക്കാൻ കഴിയുക. ഏതായാലും മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഈ കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാനിക്കും എന്ന് നമുക്ക് ഏതായാലും വിചാരിക്കാം. 2026 മാർച്ചിന് മുമ്പ് തന്നെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ക്യാമറമാൻ ഇന്ദ്രിയത്തിനൊപ്പം ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.